മൃതരായിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. പൗലോസ് സഭയെക്കുറിച്ചുള്ള സ്വപ്നം പറയുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനോടൊപ്പം മൃതരായിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ഇപ്പോൾ നിങ്ങളിലല്ല. നിങ്ങളുടെ ജീവൻ ലോകത്തിലല്ല. നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ പ്രാണൻ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഭൗമികമായ വസ്തുക്കളിലല്ല, ചില വ്യക്തികളിലല്ല, ചില താല്പര്യങ്ങളിലല്ല. നിങ്ങളുടെ ജീവൻ ഇപ്പോൾ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനെയാണ് ഇന്ദ്രിയങ്ങളുടെ ഇരുണ്ട രാത്രി എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളുടെ ഇരുണ്ട രാത്രി, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സെൻസസ്. അവിലായിൽ വിശുദ്ധ അമ്മ ത്രേസ്യയും വളരെ പ്രത്യേകമായി കുരിശിന്റെ വിശുദ്ധ യോഹന്നാനുമൊക്കെ സഭയെ പഠിപ്പിച്ച ഒരു വാക്കാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സെൻസസ്. ഇന്ദ്രിയങ്ങളുടെ ഇരുണ്ട രാത്രി. എന്താണ് ഇന്ദ്രിയങ്ങളുടെ ഇരുണ്ട രാത്രി? എനിക്ക് ഒരു മോഹം, ഒരു താല്പര്യമുണ്ടാകുന്നു. എന്റെ കണ്ണുകൾക്ക് ഒരു ദുരാഗ്രഹം ഉണ്ടാകുന്നു, ഒരു തിന്മ കാണണം. എന്റെ കണ്ണിനോട് ഞാൻ പറയുന്നു, നിന്റെ ജീവൻ യേശുക്രിസ്തുവിനോടൊപ്പം ദൈവത്തിലാണ്. നിന്റെ ജീവൻ ക്രിസ്തുവിലാണ്. ലോകത്തിന്റേതെന്ന മട്ടിൽ നീ കാണാൻ നിൽക്കരുത്. ലോകത്തിന്റേതെന്ന മട്ടിൽ നീ കാഴ്ചയ്ക്ക് പോകരുത്. ആ കാഴ്ചയ്ക്ക് പോകരുതെന്ന് പറഞ്ഞ് നിന്റെ കാഴ്ചകളെ നീ അടച്ചു കളയുന്നതിനെയാണ്, വേണ്ട എന്ന് വയ്ക്കുന്നതിനെയാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സെൻസസ്, ഇന്ദ്രിയങ്ങളുടെ ഇരുണ്ട രാത്രി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രകാശത്തിലേക്കുള്ള യാത്ര, ഈശോയാകുന്ന പ്രകാശത്തിലേക്കുള്ള യാത്ര, ദൈവൈക്യമെന്ന പ്രകാശത്തിലേക്കുള്ള യാത്ര ഇരുട്ടിലൂടെയുള്ള യാത്രയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇരുട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. 3 രാത്രികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ രാത്രിയാണ് ഇന്ദ്രിയങ്ങളുടെ ഇരുണ്ട രാത്രി. രണ്ടാമത്തെ രാത്രിയാണ് മനസ്സിന്റെ രാത്രി, അതായത് ഡാർക്ക് നൈറ്റ് ഓഫ് ദ മൈൻഡ്. മൂന്നാമത്തെ ഇരുണ്ട രാത്രി അത് ആത്മാവിന്റെ ഇരുണ്ട രാത്രിയാണ്.